ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ഓവർസിയർ ഗ്രേഡ് 1 എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എക്സാം ഡേറ്റ് വന്നിട്ട് സെപ്റ്റംബർ 30 ആണ് നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സിലബസ് എല്ലാം കണ്ടു കാണുമെന്ന് കരുതുന്നു. സോ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മളൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, സിലബസ് അനുസരിച്ചുള്ളൊരു സ്റ്റഡി പ്ലാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ 1-ാം തീയതി മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടെലഗ്രാമിലാണ് ക്ലാസ് വരുന്നത്. ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ഇതെല്ലാം പഠിച്ച് ഒരു 1 or 2 സ്റ്റെപ്പ് റിവിഷൻ ഫുൾ കഴിഞ്ഞ സിലബസ് ആണ്. ഓക്കെ, എങ്കിലും നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു ഫോളോ അപ്പിൽ വരാൻ പറ്റത്തുള്ളൂ. റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം മുതൽ റിവൈസ് ചെയ്യാൻ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് കറക്റ്റ് ഓരോ ദിവസം നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പോകും. സോ അതിൻ്റെ ബേസ് ചെയ്താണ് ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മൺഡേ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ നിങ്ങൾക്ക് മൊഡ്യൂൾ 1 വരുന്ന ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി 10 മാർക്കിൽ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ബേസിക്സ് ആണ്. അപ്പോൾ അത് 1-2 ദിവസം കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ആക്കി. 3-ാം തീയതി നമ്മളൊരു PYQ നമ്മൾ ഓൾറെഡി ഇഷ്ടംപോലെ PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ വരുന്ന PYQ ഒരു ഡിപ്ലോമ ലെവൽ, IT ലെവൽ, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന PYQൻ്റെ ഒരു ഡിസ്കഷനും അതിൻ്റെ ഒരു സ്റ്റഡിയുമാണ് 3-ാം തീയതി വരുന്നത്. 4-ാം തീയതി നമ്മൾ മൊഡ്യൂൾ 1 എക്സാം ആയിരിക്കും. ഓക്കെ, അടുത്ത 5-ാം തീയതി വരുന്നത് മൊഡ്യൂൾ 2 ആണ് വരുന്നത്. മൊഡ്യൂൾ 2-ൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം ആണ്. അതിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്സ് നമുക്കറിയാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, മാഗ്നറ്റിസം ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലെൻസസ് ലോ, ഫ്ലെമിൻസ് ലോസ്. അത്രയും കാര്യങ്ങൾ നമ്മൾ 10-ാം തീയതി കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ആക്കും. 11-ാം തീയതി വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതിൻ്റെ സ്റ്റഡി. 12-ാം തീയതി ആകുമ്പോൾ നമുക്ക് എക്സാമാണ് വരുന്നത്. അടുത്ത 15-ാം തീയതി വരുന്നത് മൊഡ്യൂൾ 3 ആണ്. AC സിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽസ്, അതിൻ്റെ ഓരോ ബേസിക് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ AC ത്രൂ ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ, 3 ഫേസ് സിസ്റ്റം. 22-ാം തീയതി ആകുമ്പോൾ ഒരു PYQൻ്റെ സ്റ്റഡി. 23-ാം തീയതി അതിൻ്റെ എക്സാം വരുന്നുണ്ട്. അടുത്ത് വരുന്ന മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4-ൽ വരുന്നത് മെഷർമെൻറ്റ്സും അതുപോലെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സും 10 മാർക്കിലാണ്. ഓരോ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും പഠിക്കാൻ ഓരോ ദിവസം ഒരു 3 ഇൻസ്ട്രുമെൻറ്റ് വെച്ച് പഠിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇൻസുലേഷൻ മെഗർ, എർത്ത് മെഗർ, മൾട്ടിമീറ്റർ, അതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. 30-ാം തീയതി ആകുമ്പോൾ 4-ാമത്തെ ഒരു PYQ ക്വസ്റ്റ്യൻസ് പഠിക്കും. 31-ാം തീയതി അതിൻ്റെ എക്സാം ആയിരിക്കും. അടുത്ത് വരുന്നത് നമ്മളടുത്ത് ഓഗസ്റ്റിലോട്ട് പോവുകയാണ്. ഓഗസ്റ്റ് 2-ാം തീയതി വന്നിട്ട് മൊഡ്യൂൾ 5 ആണ്. അപ്പോൾ അത് വരുന്നത് സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററി, സോളാർ സെൽസ്. ഒരു ചെറിയൊരു ടോപ്പിക്സാണ്. 2 ദിവസം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. 5-ാമത്തെ ഒരു PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കും. 6-ാം തീയതി അതിൻ്റെ എക്സാം ആയിരിക്കും, മൊഡ്യൂൾ 5. അടുത്ത 7-ാം തീയതി, ഓഗസ്റ്റ് 7-ാം തീയതി വരുന്ന മൊഡ്യൂൾ 6 ആണ്. വയറിംഗ് അക്സസറീസ് ആണ്. അത് നമുക്ക് അതിൽ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയറിംഗ് അക്സസറീസും സ്വിച്ചസും സേഫ്റ്റി ഡിവൈസും പൈപ്പ് പ്ലേറ്റ് എർത്തിങ്ങും അത് വരുന്നുണ്ട്. ഓഗസ്റ്റ് 12 ആകുമ്പം നമ്മളൊരു 6th PYQ ഡിസ്കഷൻ സ്റ്റഡി ആയിരിക്കും. അടുത്ത ഓഗസ്റ്റ് 13 നമുക്ക് ആ ഒരു മൊഡ്യൂളിൻ്റെ എക്സാം ആയിരിക്കും. അടുത്ത ഓഗസ്റ്റ് 14 വരുന്നത് മൊഡ്യൂൾ 7 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. DC മെഷീൻസ് ആണ്. നമുക്ക് ഒരു ദിവസം നമ്മൾ 2 ദിവസം വെച്ച് DC ജനറേറ്ററിൻ്റെ പോർഷൻസ് 2 ദിവസം വെച്ച് പഠിക്കും. അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻ ഒരു ദിവസവും, അത് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്, വൈൻഡിങ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വേറൊരു ദിവസം. അതുപോലെ തന്നെ DC മോട്ടറും 2 ദിവസം കൊണ്ട് കവർ ചെയ്യും. പിന്നെ ഒരു 7th PYQ ഡിസ്കഷൻ സ്റ്റഡി, മൊഡ്യൂൾ 7ൻ്റെ എക്സാം ആയിരിക്കും 20. ഓഗസ്റ്റ് 21 നമ്മൾ അടുത്ത മൊഡ്യൂൾ 8 സ്റ്റാർട്ട് ചെയ്യും. AC മെഷീൻസ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ട്രാൻസ്ഫോമർ 2 ദിവസം, ട്രാൻസ്ഫോമർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ 2 ദിവസം, ഓൾട്ടർനേറ്റേഴ്സ് ഒരു ദിവസം, പിന്നെ 3 ഫേസ് സിംഗ്നസ് മോട്ടർ ഒരു ദിവസം, പിന്നെ സിംഗിൾ ഫേസ് നമുക്ക് സ്റ്റെപ്പർ മോട്ടർ, അങ്ങനെ കുറച്ച് മോട്ടോഴ്സ് പഠിക്കാൻ, യൂണിവേഴ്സൽ മോട്ടോഴ്സ്. അത് 2 ദിവസം കൊണ്ട് അതൊന്ന് കംപ്ലീറ്റ് ആക്കും. ഓക്കെ, 30-ാം തീയതി വരുന്നുണ്ട്. ഓഗസ്റ്റ് 30 വന്നിട്ട് PYQ 8-ാമത്തെ PYQ ഡിസ്കഷൻ സ്റ്റഡി. ഓഗസ്റ്റ് 31 മൊഡ്യൂൾ 8ൻ്റെ എക്സാം. നമ്മുടെ ഓഗസ്റ്റ് കഴിഞ്ഞ് അടുത്ത് സെപ്റ്റംബറിലോട്ടാണ്. സെപ്റ്റംബർ 30 ആണ് നമ്മുടെ എക്സാം വരുന്നത്. സെപ്റ്റംബർ 2-ാം തീയതി മൊഡ്യൂൾ 9 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, നമ്പർ സിസ്റ്റംസ്, ലോജിക് ഗേറ്റ്സ് നോക്കും. 3-ാം തീയതി ഡി മോർഗൻസ് തിയറം, ഹാഫ് ആർഡർ, ഫുൾ ആർഡർ. അടുത്ത 4-ാം തീയതി ഫ്ലിപ്പ് ഫ്ലോപ്പ് രജിസ്റ്റേഴ്സും കൗണ്ടേഴ്സും. 5-ാം തീയതി ADC, DAC, സോൾഡറിംഗ് ടെക്നിക്സ്. സെപ്റ്റംബർ 6 വന്നിട്ട് 9th PYQ ഡിസ്കഷൻ. മൊഡ്യൂൾ 9ൻ്റെ എക്സാം 7 ആയിരിക്കും. സെപ്റ്റംബർ 9 ആകുമ്പോൾ മൊഡ്യൂൾ 10 സ്റ്റാർട്ട് ചെയ്യും. പവർ ഇലക്ട്രോണിക്സ്, അതിൽ തന്നെ ഹാഫ് വേവ്, ഫുൾ വേവ് റെക്ടിഫയേഴ്സ് അത് നോക്കും ഫസ്റ്റ് ഡേ. പിന്നെ UGT, FET, JFET അത് നോക്കും. അടുത്ത ദിവസം 11-ാം തീയതി ട്രയാക്ക്, ഡയാക്ക്, IGBT, SCR ഇത്രയും കാര്യങ്ങൾ നോക്കണം. 12-ാം തീയതി DC റെഗുലേറ്റഡ് പവർ സൈക്കിൾ, അതുപോലെ UPSനെ കുറിച്ചും. 13-ാം തീയതി PYQ അവസാനത്തെ PYQ ഡിസ്കഷൻ അതിൻ്റെ സ്റ്റഡി. 14-ാം തീയതി മൊഡ്യൂൾ 10ൻ്റെ എക്സാം ആയിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ചാർട്ട് വരുന്നത്, നമ്മുടെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ വരുന്നത്. ഇതനുസരിച്ച് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ഒരു ദിവസം നമ്മളപ്പോൾ എല്ലാ മൊഡ്യൂളും 10 മൊഡ്യൂളിലെ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും.
അടുത്ത 16-ാം തീയതി മുതൽ നമ്മൾ പിന്നെ എക്സാം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു സെപ്റ്റംബർ 16-15 നമ്മുടെ സിലബസ് ഫുൾ കംപ്ലീറ്റ് ആക്കി അത് ഒരു 1 ടൈം നമ്മൾ പഠിച്ചു കഴിയും. സെപ്റ്റംബർ 16 മുതൽ പിന്നെ അതിൻ്റെ എക്സാംസ് 16-ാം തീയതി മൊഡ്യൂൾ 1-ൻ്റെ എക്സാമും കാണും. അതുപോലെ തന്നെ PYQ1 നമ്മൾ ഫസ്റ്റ് പഠിച്ച PYQ1-ൻ്റെ എക്സാം, അത് രണ്ടും കൂടി ചേർത്തായിരിക്കും എക്സാം വരുന്നത്. 17-ാം തീയതി മൊഡ്യൂൾ 2 എക്സാം കാണും, PYQ2-ൻ്റെ എക്സാം കാണും. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഒരു സെപ്റ്റംബർ 28 ഒക്കെ ആകുമ്പം നമ്മുടെ ആ ഒരു സെക്ഷൻ മൊഡ്യൂൾ കഴിയും, റിവിഷനും കഴിയും. 1 സെറ്റ് ഓഫ് റിവിഷനും PYQ-ൻ്റെ റിവിഷനും എല്ലാം തന്നെ കഴിയും. എക്സാംസ് നിങ്ങൾ ഏകദേശം നല്ലൊരു പ്രിപ്പയർ ആയി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. നേരത്തെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് അവർക്കും നമുക്ക് മെസ്സേജ് അയക്കാം, നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. ന്യൂ സ്റ്റുഡൻസിന് മാത്രം ചെറിയൊരു പേയ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഹൈ എമൗണ്ട് ഒന്നും ചെറിയൊരു പേയ്മെൻറ്റ്, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PDF എല്ലാം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ PDF-ഉം അതിൻ്റെ സിലബസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഓൾഡ് സ്റ്റുഡൻസിന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്, അവരെ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ വരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് ക്ലാസ്സസ് നമ്മൾ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ കിട്ടിയ അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കുക, ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങുക. നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം തന്നെ ഏകദേശം ഒരു ഹാഫിൽ കൂടുതൽ സ്റ്റുഡൻസും ഇപ്പോൾ വർക്കിങ്ങിലാണ്. ഗവൺമെൻറ് എക്സാംസ് പ്രിപ്പയർ ചെയ്ത് ക്വാളിഫൈഡ് ആയി. അവർ ഇപ്പം തന്നെ അവർ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസിൽ അവർ ഓരോ പോസ്റ്റിലിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി റിവ്യൂസ് എല്ലാം ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇനിയും നമ്മുടെ സ്റ്റുഡൻസ് പഠിച്ചു വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഒരു സ്റ്റഡി പ്ലാനും സ്റ്റഡി സ്ട്രക്ചറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കും. നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു.